വാഴപ്പഴം ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. പല വിവാഹങ്ങൾക്കും വാഴപ്പഴം വിതരണം ചെയ്യാറുണ്ട്. എന്നാൽ വാഴപ്പഴ തലസ്ഥാനം എന്ന് ഒന്നുണ്ടോ? മഹാരാഷ്ട്രയിലെ ജൽഗാവിനെയാണ് ഇന്ത്യയുടെ വാഴപ്പഴ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണിത്. മഹാരാഷ്ട്രയിലെ വാഴ ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 2/3 ഭാഗവും ജൽഗാവ് ജില്ലയിലാണ് കൃഷി ചെയ്യുന്നത്. കർഷകരുടെ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലനമായതുകൊണ്ട് ഇതിനെ ഇന്ത്യയുടെ വാഴ നഗരം എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ വാഴപ്പഴം കഴിക്കുന്നവരുടെ രാജ്യവും ഇന്ത്യയായി കരുതപ്പെടുന്നു. തൊട്ടുപിന്നിൽ ചൈനയും ഇന്തോനേഷ്യയുമാണ്. ഏറ്റവും രുചികരമായ വാഴപ്പഴം ഇന്തോനേഷ്യയിലെ പിസാങ് രാജയാണ്. ഇന്ത്യയിലെ വാഴപ്പഴം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. BC 327 മഹാനായ അലക്സാണ്ടറും സൈന്യവും ഇന്ത്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ഇന്ത്യൻ താഴ്വരകളിൽ വാഴക്കൃഷി കണ്ടെത്തുകയും രുചിച്ചതിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. വാഴപ്പഴത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. പഴുത്ത വാഴപ്പഴത്തിൻ്റെ പൊട്ടാസ്യം, കാൽസ്യം, വിറ്റാമിൻ B6, വിറ്റാമിൻ C എന്നിവ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാർബോഹൈഡ്രേറ്റുകളുടെയും നാരുകളുടെയും സമ്പന്നമായ ഉറവിടമാണിത്. പണ്ടുകാലത്ത് വിവാഹത്തിൻ്റെ ഗേറ്റ് ഭാഗത്ത് കുലയോട് കൂടിയ വാഴ 2 ഭാഗങ്ങളായി കുഴിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. ശുഭസൂചകമായി ഇത് കണക്കാക്കിയിരുന്നു. വാഴപ്പഴം ഓവറായി പഴുത്താൽ ഒരു കറുപ്പ് നിറം പുറംതൊലിയിൽ വരാറുണ്ട്. കുഞ്ഞുങ്ങൾ അത് കഴിക്കാറില്ല. ബുദ്ധിമതികളായ അമ്മമാർ അത് മിക്സിയിൽ അരച്ച് ഗോതമ്പ് പൊടിയുമായി ചേർത്ത് ഇലയട ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വാഴപ്പഴം ഇഷ്ടമല്ലാത്തവർക്ക് പോലും വാഴയ്ക്ക ചിപ്സ് ഇഷ്ടമാണ്. ഇന്ത്യയിലെ വ്യത്യസ്തവും ആദരണീയവുമായ പഴമാണ് വാഴപ്പഴം. 300-ലധികം കർഷകരാണ് ജൽഗാവിൽ പണിയെടുക്കുന്നത്. 5500 ടൺ വാഴപ്പഴം കയറ്റുമതി ചെയ്യുന്നതായി പറയുന്നു. ഈ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നന്ദി.